ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഉച്ചയൂണിൻ്റെ വീഡിയോയാണ്. നല്ല നാടൻ കറികളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാടൻ ഉച്ചയൂണാണ് കേട്ടോ കാണിക്കുന്നത്. മറ്റു വിശേഷങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് ഇതാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ വെക്കാൻ പോകുന്നത് മീൻ പീരയാണ് കേട്ടോ, നെത്തോലി പീരയാണ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 അല്ലി കുഞ്ഞ് ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ 5-6 അല്ലി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കണം, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുത്തൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, എരിവിന് വേണ്ടി പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ആണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് പീര ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ചില ആളുകൾ ഇതിലേക്ക് ജീരകം ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല. ജീരകം അതിൻ്റെ ടേസ്റ്റ് എന്തുവാണെന്ന് അറിയാൻ വയ്യ കേട്ടോ. അത് നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ഉള്ള ഒരു ഇതല്ലേ ജീരകം ചേർക്കുന്നത്. മീനിൽ ഞാൻ ഇതുവരെയും ജീരകമൊന്നും ചേർത്ത് അരച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരിച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മീനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്താണ് ഞാൻ അരപ്പ് തട്ടി കൊടുത്തിട്ടുള്ളത്. അരപ്പ് തട്ടിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ സാധാരണ ചില സമയങ്ങളിൽ വെക്കാറ് മീനും പീരയും കൂടെ, അതായത് തേങ്ങാപ്പീരയും കൂടെ മിക്സാക്കി ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് അടുപ്പിൽ വെക്കുന്നത്. ഇന്നലെ വെച്ചത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നുള്ള് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു പുളിയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുക്കി വരുന്ന സമയത്ത് ഒരു ഇച്ചിരി കരിവേപ്പിലയും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ തവി ഉണ്ടല്ലോ, നമ്മൾ ചിരട്ടത്തവി ഉണ്ടല്ലോ, ചിരട്ടത്തവിയുടെ ആ മൂട് വെച്ചിട്ട് ഒന്നിങ്ങനെ കറക്കി കൊടുത്താലും മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞ് പന്നലായി പോകും കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ പീര മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പീര അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തലേന്ന് ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഇതേ കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒരു ഇച്ചിരി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുക്കറിൽ നിന്ന് വെള്ളം അടിച്ചിങ്ങനെ തിളച്ച് തൂകി പോകത്തുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തോരനായിട്ട് എടുത്തിട്ടുള്ളത് കൊത്തമരയും കുറച്ച് ക്യാരറ്റുമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുനുകുനാ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മൾ ഈ അമരപ്പയർ തോരൻ വെക്കുമ്പോൾ നല്ലതുപോലെ നൈസായിട്ട് അരിഞ്ഞെങ്കിലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ കഴിക്കാനൊരു രസം കാണത്തില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള അമരപ്പയറും ക്യാരറ്റും കൂടെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ചങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരപ്പിന് വേണ്ടിയിട്ട്. 2 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്താൽ മതി. ജീരകം ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ അമരപ്പയറിൽ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. അപ്പോൾ തേങ്ങയിലിട്ട് അരച്ചാലും കുഴപ്പമില്ല, അതിലേക്ക് കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ, ഏതായാലും മതി. പിന്നെ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട്. കണ്ണനയിലയുടെ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത് വറുക്കാനായിട്ട് 5-6 കഷ്ണം ഉള്ളായിരുന്നു, കറിക്ക് വേണ്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പീര വറ്റിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വറുത്ത മീൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വരഞ്ഞ് അതിലേക്ക് മുളകും മല്ലിയും കുറച്ച് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മഴ അങ്ങോട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് പകലല്ല കേട്ടോ മഴ, രാത്രിയാണ് മഴയും കാറ്റും ഒക്കെ ഉള്ളത്. പകലിങ്ങനെ നല്ല വെയിലുള്ളൊരു അന്തരീക്ഷമാണ്. പക്ഷേ ഇന്ന് പെട്ടെന്ന് ആ അന്തരീക്ഷം അങ്ങ് മാറി. നല്ല വെയിലുണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങ് ഇരുണ്ട് കൂടി മഴയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ അങ്ങ് വറുത്തെടുക്കാനാണ്. ഞാൻ ഇടയ്ക്ക് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കടല വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുക്കർ തുറന്ന് ചൂടൊക്കെ പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എയറൊക്കെ പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ കടല റോസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് പറയാവേ. അപ്പോൾ എണ്ണ തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് വരച്ചിട്ടുള്ള മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടാണ് കേട്ടോ വെച്ചത്. ഈ കറിവേപ്പില അടിയിൽ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കുന്ന ചട്ടിയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ അടിയിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ നമുക്ക് ആ മീനിൽ കിട്ടും എന്നുള്ളതേ ഉള്ളൂ. ഇനി അരച്ച് നമുക്ക് വേണേൽ 2 കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെയൊക്കെ വേണേൽ വെച്ച് കരിവേപ്പില ഇട്ടിട്ട് ഒരു മിക്സിക്കകത്ത് നമ്മൾ ഈ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് കറക്കിയിട്ട് ആ ഒരു മസാല വെച്ച് മീൻ പൊരിക്കാനാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ മീൻ പൊരിക്കുമ്പോൾ എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയത്തില്ല, നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളെന്തായാലും മീൻ കറിക്കൊക്കെ കുറച്ച് ഉലുവാപ്പൊടി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി അത്
ജീരകം ഒന്ന് പൊടിച്ചിടുന്നതും വറുക്കുന്ന മീനിൽ ചേർത്ത് ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണവും ഒക്കെയാണ് കേട്ടോ. അത് വെച്ചിട്ടൊക്കെ പൊതിച്ചോറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അയവ സൂപ്പറാണേ. അങ്ങനെ നമ്മുടെ മീൻ വറുത്തതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ വെച്ചിട്ടുള്ള അമരപ്പയറുണ്ടല്ലോ, കൊത്തമര, അപ്പോൾ അതും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ലേശം വെള്ളം കൂടെ വറ്റാനുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് പീരോതിക്ക് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷമേ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കത്തുള്ളേ. പിന്നെ അതിലേക്ക് ഒരു 2 കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതേ വെള്ളം വറ്റി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ കൊത്താമരയ്ക്ക് ചെറിയ പിഞ്ചൊക്കെ ആണെങ്കിൽ, അതായത് അധികം മുറ്റാത്തതാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ അങ്ങ് വഴറ്റിയെടുത്താൽ മതി. പക്ഷേ ക്യാരറ്റിനും ഈ മുറ്റിയ അമരപ്പയറിനും നല്ല വേവുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്തതാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണേ. അപ്പോൾ അതേ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തട്ടിപ്പൊത്തി അങ്ങ് വെച്ചാൽ മാത്രം മതി കേട്ടോ. വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ. അപ്പോൾ രാവിലെ കൊച്ചിന് ഞാൻ ചോറ് കൊടുക്കാമെന്നൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇരുന്നത്. രാവിലെ ആയപ്പോഴത്തേക്കാണ് ആ പ്ലാൻ വന്നത്. പിന്നെ പക്ഷേ സമയത്തിന് നമ്മുടെ കറികളൊന്നും റെഡി ആയതുമില്ല, ചോറും വെന്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ തിങ്കളാഴ്ച എങ്ങനെയോ ആവട്ടെ കൊടുത്തു വിടാമെന്ന് കേട്ടോ. ആദ്യമൊക്കെ ഒന്ന് കരഞ്ഞെങ്കിലും പിന്നെ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി. ഇനിയാണ് ഞാൻ കടല റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കടല റോസ്റ്റ് ചെയ്യാൻ തക്കാളിയുടെ ആവശ്യമുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇത് രണ്ടും ഇല്ല. അപ്പോൾ ഞാൻ ആ മീൻ വറുത്ത എണ്ണയിൽ ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള തോലോട് കൂടിയിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവോളയും കൂടെ നീളത്തിനരിഞ്ഞതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി കുറച്ചിട്ടിട്ട് കുറച്ച് മീറ്റ് മസാല ചേർത്താലും സംഭവം സൂപ്പറാണ്. പിന്നെ അത് ഒന്ന് റോസ്റ്റായി വരുന്നത് ഞാൻ കാണിച്ചില്ല കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണേ. ആ സമയത്ത് മൊബൈലൊക്കെ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ വന്നപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കടല അങ്ങ് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തതെന്നറിയാമോ, കുറച്ച് കടല എടുത്തിട്ട് നമ്മൾ കടലക്കറിക്ക് അരച്ചെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് തട്ടി ഒന്ന് റോസ്റ്റാക്കി അങ്ങനെ വരട്ടി എടുത്ത്. അതാണ് കേട്ടോ. പിന്നെ അതേ നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് ചീനി വെച്ചില്ലേ, ചീനി തലേന്ന് വെച്ചതാട്ടോ. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ട് ആ ചോറിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ചോറ് വിളമ്പിയിട്ടുണ്ട്. മീൻ പീരയും തോരനും ചീനി എന്ന് പറയുന്നത് കപ്പ. ചില ആളുകൾക്കൊന്നും കപ്പ ചീനി എന്ന് പറയുമ്പോൾ അറിയത്തില്ല. ചില നാട്ടിൽ കൊള്ളി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയ്ക്കാണ് ചീനി എന്ന് പറയുന്നത്. ചീനിയും മീൻ വറുത്തതും അതുപോലെ നമ്മുടെ കടല റോസ്റ്റ് കണ്ടില്ലേ, കടല റോസ്റ്റിൻ്റെ ഒരു കൂട്ടെങ്ങനെയായി വന്നേന്ന് കണ്ടില്ലേ, അതാണ് കേട്ടോ സംഭവം. സൂപ്പർ ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേ നമ്മുടെ നെല്ലിക്ക അച്ചാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.